ആറന്മുള LDF-ൽ കലഹം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഓമല്ലൂർ ശങ്കരനെ മാറ്റി ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന് പകരം ചുമതല നൽകി. വീണ ജോർജിന്റെ അതൃപ്തിയാണ് നടപടിക്ക് കാരണം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ ആറന്മുളയിൽ LDF-നുള്ളിൽ പൊട്ടിത്തെറി. പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ പ്രചാരണ ചുമതലയുള്ള മുതിർന്ന നേതാവ് ഓമല്ലൂർ ശങ്കരനെ വെട്ടി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ഓമല്ലൂർ ശങ്കരനെ മാറ്റിയത്. ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന് പകരം ചുമതല നൽകി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ അതൃപ്തിയാണ് നടപടിക്ക് കാരണം. സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ശങ്കരനെ മാറ്റിയതെന്നും സൂചനയുണ്ട്. അതേസമയം അഭിപ്രായ ഭിന്നതകളില്ലെന്നും താൻ നിർദ്ദേശിച്ച പ്രകാരമാണ് സഞ്ജുവിനെ ചുമതലയിൽ കൊണ്ടുവന്നതെന്നും ഓമല്ലൂർ ശങ്കരൻ പറഞ്ഞു. 3 ഏരിയ കമ്മിറ്റിയാണ് മണ്ഡലത്തിലുള്ളത്. അതിലെ ഒരു ഏരിയ സെക്രട്ടറി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അയാള് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് LDF-ന്റെ കൺവീനറാണ്. അപ്പൊ ഞാൻ വർക്ക് വിഭജിക്കാൻ വേണ്ടി ഞാൻ തന്നെ വെച്ചൊരു നിർദ്ദേശമാണ്. ഇലക്ഷൻ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായിട്ട് ഞാൻ ഇരിക്കാം, സെക്രട്ടറി ആയിട്ട് അയാൾ ഇരിക്കട്ടെ, മറ്റ് ഭാരവാഹികളായിട്ട് ഘടകകക്ഷികൾ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ പാർട്ടിയുടെ തന്നെ മണ്ഡലം സെക്രട്ടറി ആണല്ലോ, ഞാൻ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റ് ആണല്ലോ. അപ്പൊ ഞാനല്ലേ മുഖ്യ ചുമതലക്കാരൻ, രക്ഷാധികാരിയുമല്ലേ. അപ്പൊ പിന്നെ അതൊരു സെക്രട്ടറി ചുമതല അയാൾക്ക് ഇരിക്കട്ടെ എന്ന് ഞാൻ തന്നെ വെച്ച നിർദ്ദേശം എന്നുള്ളതേ ഉള്ളൂ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഓമല്ലൂർ ശങ്കരൻ. വീണയും ഓമല്ലൂർ ശങ്കരനും തമ്മിലുള്ള ഭിന്നത പരസ്യമായ കാര്യമാണ്. 2016-ൽ ആറന്മുളയിൽ ശങ്കരനെ വെട്ടിയാണ് വീണയെ മത്സരിപ്പിച്ചത്. അന്ന് ശങ്കരന്റെ അനുകൂലികൾ വീണയ്ക്കെതിരെ പ്രകടനം നടത്തിയിരുന്നു. പിന്നീട് പാർട്ടി നടപടിയും ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. വീണ ജോർജിന്റെ പ്രവർത്തനങ്ങളിൽ പത്തനംതിട്ടയിലെ പാർട്ടി നേതാക്കൾക്കുൾപ്പെടെയുള്ള കടുത്ത അതൃപ്തി പലവട്ടം വാർത്തയായതാണ്. ഗോകുൽ രമേശ്, ജനം, പത്തനംതിട്ട.